ഹലോ ഹായ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുയൽ കൊണ്ടുള്ള ഒരു ഇറച്ചിക്കറിയാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് റെഡിയാക്കി ഒന്നേന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു 800 ഗ്രാം ആണ്. 800 ഗ്രാം വരുന്നുണ്ട്. ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത ശേഷം 800 ഗ്രാം ഉണ്ട്. ഇത് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി, ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി വരും, ഒരു കുടം വെളുത്തുള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത ശേഷം ഇതിപ്പോൾ 800 ഗ്രാം ഉണ്ട്. തലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ്. ഇതിനി നമുക്ക് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മസാല എല്ലാം വറുത്താണ് ചേർക്കുന്നത്. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം, ഒരു പീസ് പട്ട, 1/2 സ്പൂൺ കുരുമുളക്, 4 ഏലക്ക, 3 ഗ്രാമ്പു ഇതും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടിയുടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇത് തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുവാന്ന്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് തേങ്ങാക്കൊത്താണ് അതുകൂടെ ചേർക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചെടുത്തേക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടൊമാറ്റോ കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി കൂടി ചേർക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ അടച്ചിടാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മുയലിൻ്റെ ഇറച്ചി കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുക്കുകയാണ്. സമയം ലാഭിക്കാനാണെങ്കിൽ നമുക്കിതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അടച്ചിടാം.
ഒരു 5 നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു 5 മിനിറ്റ് കിടന്ന് നന്നായിട്ട് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഇതുപോലെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കി എടുത്തേക്കുന്നതാണ്. ഒരു 2 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് അരപ്പൊക്കെ ചേർക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അരപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഇത് ഒന്നുകൂടി അടച്ചിടാം. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുയൽ കൊണ്ടുള്ള ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്